ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലത്തെ എൻ്റെ ഒരു റുട്ടീനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അത് അമ്മമാർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അമ്മമാർക്ക് മാത്രമല്ല, കാണുന്ന കുട്ടികളും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് അമ്മമാർ മക്കൾ ക്ലാസ്സിൽ പോണ സമയത്ത് അടുക്കളയിലും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ തിരക്കിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണതൊന്ന് കുട്ടികളും കൂടി മനസ്സിലാക്കണം നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ വ്ളോഗ് ചെയ്തിരുന്നു. അമ്മമാർക്കും കുട്ടികൾക്കുമുള്ള ഒരുമിച്ചാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ എന്തെങ്കിലും ടിപ്സ് നിങ്ങളുടെ റുട്ടീനിൽ ഉൾപ്പെടുത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ തലേ ദിവസം വൈകുന്നേരം തന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിച്ചൺ ക്ലീൻ ആയിട്ട് എടുക്കുമ്പോൾ രാവിലെ നല്ല ഈസി ആയിട്ട് നമ്മുടെ പണികൾ നടക്കുമെന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണ് അടുത്ത ദിവസം ഭക്ഷണം വെക്കേണ്ടത്. പ്രത്യേകിച്ച് മക്കൾ ക്ലാസ്സിൽ പോകാൻ തുടങ്ങുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള ഭക്ഷണവും എന്താണെന്ന് ഒരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണമല്ലോ. എല്ലാ അമ്മമാരുടെ മനസ്സിലുള്ള ടെൻഷനാണത്. വൈകുന്നേരം ഉറങ്ങാൻ കൊടുക്കുമ്പോൾ നാളെ എന്താ ഭക്ഷണം വെക്കാമെന്ന്. അതിന് എത്ര നമ്മൾ ഇതില്ല എന്ന് പറഞ്ഞാലും ആലോചിക്കാതെ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് സിമ്പിളാണെന്ന്, പക്ഷേ എത്രയോ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടാണെന്നറിയോ കുട്ടികൾ സ്കൂളിലേക്ക് പാരൻസ് വിടുന്നത്. അപ്പം ഞാൻ അടുത്ത ദിവസത്തേക്കുള്ള ലഞ്ചിനുള്ള ഇതും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്നാക്കായിട്ട് ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട്. ചില ദിവസം എന്തെങ്കിലും വീട്ടിലുള്ളത് കഴിക്കും. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ബിസി ആയിരുന്നുകൊണ്ട് എനിക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നറിയണോണ്ട് ഞാൻ പിന്നെ ഇത് മാത്രമേ എഴുതിയിട്ടു. അപ്പം അങ്ങനെ സമയം 5:30 മണിയായി. കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ 5:30 മണിക്കൊക്കെ എഴുന്നേക്കാൻ തുടങ്ങിയത്. മക്കൾക്ക് ക്ലാസ് തുടങ്ങി പിന്നെ അതുവരെ സമയം എന്താ പറയുക 6 മണിയായിരിക്കും, ചില ദിവസം 7 മണി 7:30 അങ്ങനെയൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ടൊരു ടൈമായിരുന്നു ഈ കഴിഞ്ഞ 2 മാസങ്ങളും. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് നേരിയ ചൂടുവെള്ളം ആദ്യമേ കുടിച്ചിരുന്നു. ഇപ്പോൾ ഈ വെക്കേഷൻ ആയപ്പോൾ ആ വക ഒരു റുട്ടീനും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും അതൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്പേസാണിത്, ഈ ഒരു കുഞ്ഞ് സ്പേസ്. നമുക്കെല്ലാവർക്കും ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടായിരിക്കണം നമ്മുടെ വീട്ടിൽ. ഈ ഒരു ടേബിളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ വന്നിരിക്കാൻ. അപ്പോൾ ഈ ഒരു ടേബിളിലാകുമ്പോൾ ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നാൽ ഞാൻ ടേബിൾ മുതൽ എപ്പോഴും വെച്ചിരിക്കുക. കാരണം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതിന് വാം ലൈറ്റ്സുമാണ്. 3 സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ തൊടുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനെ മാറി മാറി കത്തും. ചെറിയൊരു ഡിംനെസ് ആയിരിക്കും, അത് ഡിമ്മായിട്ട്, പിന്നെ ഇത്തിരി ബ്രൈറ്റ് ആവും, പിന്നെ നല്ല ബ്രൈറ്റ് ആയിരിക്കും. നമ്മളൊന്ന് തൊട്ടാൽ മതി, എന്തൊരു സോഫ്റ്റായിട്ട് തൊട്ടാൽ ലൈറ്റ് കത്തും. അപ്പോൾ ചേട്ടനെ എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലൈറ്റ് അവിടെ അങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ കുറച്ച് സമയം പ്രയർ ടൈമാണ്. പ്രയർ ടൈം കഴിഞ്ഞിട്ട് ഞാൻ ആ വെള്ളം കുടിക്കും. അപ്പോഴേക്കും അത് ഒന്ന് ചൂട് കുറച്ച് കുറയും. തളിപ്പ് നല്ല ചൂടുണ്ട്. അപ്പോൾ പ്രയർ ടൈം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി, മനസ്സിന് നല്ലൊരു ഇത് തരുന്ന ഒരു ടൈമാണ്. എപ്പോഴും ഞാൻ രാവിലെ എഴുന്നേറ്റാൽ, അതായത് നേരത്തേക്ക് എഴുന്നേറ്റ് എനിക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. പക്ഷേ ചില ദിവസമൊക്കെ ലേറ്റായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ ടൈം ഞാൻ ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഇങ്ങനെ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്രഷ്നെസ്സാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ ഡയറി എടുത്ത് നോക്കും, ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതും. ഇനി ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഇരുന്ന് ഞാൻ ആ കാര്യങ്ങളൊക്കെ എഴുതും. എനിക്ക് എഴുന്നേറ്റ വശം തന്നെ അടുക്കളയിലേക്ക് പോയിട്ട് ജോലികൾ തുടങ്ങാൻ ശരിക്കും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പൊതുവേ അങ്ങനത്തെ പണികളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് എന്നാൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ അങ്ങോട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് ടൈം വേസ്റ്റ് ആക്കിയാൽ എനിക്കൊരു സമാധാനം. അപ്പോൾ ഞാൻ സ്പിന്നർ ഉണ്ടല്ലോ, ഇത് ഞാൻ പെരുന്നാൾക്ക് പോയി മേടിച്ചതാട്ടാ. എനിക്ക് എന്താണോ അത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടെ. ഈ പോപ്പിറ്റ്, സ്പിന്നർ, കുട്ടികളുടെ പോലത്തെ ഇങ്ങനത്തെ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ എനിക്ക് വലിയ താല്പര്യമാണ്. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, വലിയവർക്കും യൂസ് ചെയ്യാം. അതുപോലെ കളറിങ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കുറേ വട്ടം ഇഷ്ടമെന്ന് പറഞ്ഞൂല്ലേ, സോറിട്ടാ. ഇതൊക്കെ ഞാൻ എന്തെങ്കിലും രാവിലെ ഇരുന്ന് ചെയ്യും. അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള നല്ല എന്തെങ്കിലും കാര്യങ്ങൾ, വീഡിയോസ് എന്തെങ്കിലും കാണേ, അങ്ങനെ കുറച്ചൊക്കെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ പോയി ഞാൻ നല്ലൊരു എനർജിയിലേക്ക് വരും. പിന്നെ ഓടിപ്പോയി ജോലികളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത് ഈസയ്ക്ക് റോസിന് വേണ്ടി മേടിച്ചൊരു കളറിങ് ബുക്കാണ്. അവരതിൽ കുറച്ചൊക്കെ കളർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനതിൽ കളർ ചെയ്താലോ എന്ന്. എനിക്ക് ആദ്യമേ കളറിങ്ങിനോട് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ആകെ ഈ ഒരു പേജ് എടുത്താൽ ചിലപ്പോൾ ഈ ഒരു ഫ്ലവർ മാത്രം കളർ ചെയ്യുന്ന ടൈം എനിക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഇത്തിരീശ് ഞാനിങ്ങനെ ഓരോ പേജും
കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര നമുക്ക് കളറിങ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ. അതിനിപ്പോൾ ഇത്ര വലിയ ഒരു കുറേ ടാലൻ്റ് ഒന്നും ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് പതുക്കെ സൂക്ഷിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും കളർ ചെയ്യാം. അപ്പോൾ നമുക്കത് ഫുൾ കളർ ചെയ്ത് കഴിയുമ്പോൾ ആ ഫിനിഷിങ് വരുമ്പോൾ നമുക്ക് ഒരു കാര്യമില്ല, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു നമ്മുടെ മൈൻഡിന് ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ കാര്യത്തിലോട്ട് ഭയങ്കര ശ്രദ്ധ വരുമില്ലേ, നമ്മൾക്ക് അനാവശ്യ ചിന്തകൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുക്കളയിലോട്ട് എത്തി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. സാധാരണ ഞാനൊരു 7 മണിയായിട്ടാണ് വരാറ്, 7:15 ആകുമ്പോഴാണ് അടുക്കളയിലോട്ട് വരാറ്. കാരണം ഞാൻ പള്ളിയിൽ പോകാറുണ്ട് ഡെയിലി മക്കളുടെ കൂടെ. ഇപ്പോൾ കുറച്ചായിട്ട് സ്കൂൾ തുറന്ന പിന്നെ പോയിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് റോസിന് ഭയങ്കര മടി, അവർക്ക് ഉറക്കക്ഷീണം, സ്കൂളിലൊക്കെ പോയി ടയേർഡാണ്. അപ്പോൾ ഇന്ന് പിന്നെ അവരെ വിളിച്ചില്ല, അവർ കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഇന്ന് മോർണിംഗ് റുട്ടീൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത്തിരി ടൈം വേണ്ടതുകൊണ്ട് ഞാനൊന്ന് പോയിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പോവാറുണ്ട്. അപ്പോൾ ഇത് ഇഡ്ഡലി മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇഡ്ഡലിയുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കണതിൻ്റെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പാത്രങ്ങൾ വാങ്ങുമ്പില്ലേ, ചില പാത്രങ്ങൾ വാങ്ങുമ്പോൾ വലുത് നോക്കി വാങ്ങിയാൽ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഞങ്ങൾ ഇഡ്ഡലി പാത്രം മുൻപത്തെ ചെറിയ പാത്രമായിരുന്നു. അപ്പോൾ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു ഓർമ്മയിൽ 9 എണ്ണോ അങ്ങനെ എന്തോ ആണെന്നോ, 9 10 എണ്ണോ അങ്ങനെ എന്തോ ഉണ്ടാക്കാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് നമുക്ക് 20 ഇഡ്ഡലി ഒറ്റ ട്രിപ്പിന് വെക്കാം. അപ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് ലാഭമാണ്. നമ്മൾ ആ വെക്കുന്ന ടൈമൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ 3 തട്ടിലായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാനും പറ്റും. എണ്ണം കൂടുതൽ കിട്ടുകയും ചെയ്യും. നമുക്ക് ഒരു ട്രിപ്പിലൊക്കെ നമുക്കിത് 20 എണ്ണം കിട്ടുമ്പോഴില്ലേ, നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി പാത്രം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരെണ്ണം വലുത് എടുത്താൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. വേണമെങ്കിൽ ഒരു ചെറുതും കൂടി വാങ്ങാം വേണമെങ്കിൽ. ഞങ്ങൾക്കിപ്പോൾ ഇത് ഞങ്ങളുടെ ഫാമിലിക്ക് പാകമാണ് ഈ ഒരു ഇഡ്ഡലി പാത്രം. അപ്പോൾ അതുകൊണ്ട് വലുതെടുത്തുകൊണ്ട് അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ചില കാര്യങ്ങൾക്ക് നമ്മൾ വലിയ പാത്രങ്ങൾ എടുക്കണത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ദോശക്കല്ലൊക്കെ 2 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദോശയുടെ പാൻ 2 അടുപ്പിലായിട്ട് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിലധികം അംഗങ്ങൾ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് മക്കൾക്ക് ലഞ്ചിന് കറി വെക്കുന്നത് കോളിഫ്ലവർ വെച്ചിട്ടൊരു ഫ്രൈയും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ചേർത്തൊരു കറിയുമാണ് ഞാൻ ഉണ്ടാക്കണേ. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബാറ്റർ റെഡിയാക്കുകയാണ്. ഇതിനായിട്ട് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് അരിപ്പൊടി ചേർത്താൽ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അല്പം ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ ഗരം മസാല. ഈ ഒരു മിക്സിൽ തന്നെ നമുക്ക് പനീർ ഫ്രൈ ചെയ്യാം, എന്തും ഫ്രൈ ചെയ്യാം, ചിക്കൻ ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ബാറ്ററിൽ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളൊരു പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ആയിട്ട് ചേർത്താൽ അപ്പോൾ നന്നായി മിക്സിംഗ് ആയിട്ട് വരും. ഇനി അല്പം വെള്ളം ചേർത്തിട്ട് ഒരു കട്ടിയുള്ള ബാറ്ററാക്കി ഉണ്ടാക്കിയെടുക്കുക. കാരണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മുക്കി പൊരിക്കാനാണ്. അപ്പോൾ അത് കോട്ടിങ് പോലെ ഇരിക്കണമെങ്കിൽ വല്ലാതെ ബാറ്റർ എന്താ പറയുക കനം കുറഞ്ഞ് പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ ഒരു തിക്നെസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ആയിട്ടില്ല കേട്ടോ, ഒത്തിരി കൂടി വെള്ളം ചേർക്കണം. ആയിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം. കോളിഫ്ലവർ നമ്മൾ മഞ്ഞൾ വെള്ളത്തിലൊക്കെ നന്നായി കഴുകിയൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് നമ്മൾ അതിൽ ചേർക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം അതിൽ നിന്നും വരും. അപ്പോൾ ഏതാണ്ട് ഈ ഒരു രീതിക്കാവും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അതവിടെ ഇരിക്കും, ഒരു 5 മിനിറ്റ്. അപ്പം ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോഴേക്കും ഇഡ്ഡലി വേവും.
അപ്പോൾ നമുക്കിനി വെജിറ്റബിൾ കറി ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ടൊരു പാനിൽ ഞാൻ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി. പിന്നെ സവാളയും അല്ലെങ്കിൽ തക്കാളിയൊക്കെ നമ്മൾ നോർമൽ പോലെ വെറുതെ അരിഞ്ഞാൽ മതി. നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ഞാൻ സാധാരണ ഇപ്പോൾ കുറേ ആയിട്ട് ചില കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സവാളയും തക്കാളിയും അരച്ചിട്ട് ചേർക്കുകയാണ്. കാരണം അപ്പോൾ കുട്ടികളത് കഴിക്കണത് അറിയില്ല, അല്ലെങ്കിൽ ഇവർ ഈ സവാളയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. വേണമെങ്കിൽ അത് മേടിച്ചിട്ട് അത് ചേർക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മുളകും മഞ്ഞളും ഗരം മസാലയും ഒക്കെ കൂടെ ചേർത്തിട്ട് നമ്മുടേതായ രീതിയിലും ചെയ്യാം. പിന്നെ ഞാൻ വെജിറ്റബിൾ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് അല്പം വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലയൊക്കെ നന്നായി മുരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് 2 വലിയ തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഈ ഒരു മിക്സ് നല്ലതായിട്ട് വെന്താലാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു പച്ചരസം ഉണ്ടായിരിക്കും. അപ്പോൾ അല്പം നേരം ഇത് മൂടി വെച്ചിട്ടൊന്ന് അവിടെ വേവാനായിട്ട് ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് 2 ചോപ്പ് ചെയ്തത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങ് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഈ ഒരു കറിയിൽ ചേർത്ത് കൊടുക്കാം. പനീർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ കോഴിമുട്ട ഇപ്പോൾ പുഴുങ്ങിയിട്ട് ഈ ഒരു ഗ്രേവിയിൽ തന്നെ കോഴിമുട്ട ചേർത്ത് കൊടുത്താലും ഈ ഒരു ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. വെജിറ്റബിൾ അപ്പോൾ ചേർക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വേഗം വേവിക്കട്ടെ. അപ്പോൾ ഇതെന്തായാലും ഏതാണ്ട് നന്നായി വെന്തിട്ടുണ്ട്. അല്പം നേരിയ ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ചൂടാറാനായിട്ട് വെക്കുക. നന്നായി ചൂടാറിയ ശേഷം മിക്സിയിൽ നന്നായി അരച്ച് നമുക്കെടുക്കാം. അപ്പം ഈ ഗ്രേവി ഒന്ന് നേരെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ഇത്തിരി വലിയ പീസസ് ആയിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ പച്ചപ്പട്ടാണി ഉണ്ടല്ലോ, നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ളത് വാങ്ങിയിരിക്കുന്നത്, അത് അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതോ അല്ലെങ്കിൽ പച്ചപ്പട്ടാണി നമ്മൾ പാക്കറ്റിലൊക്കെ കുഞ്ഞിതായിട്ട് കിട്ടില്ല, അത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ പീസ് ചേർത്ത ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ, ഇതന്നെ ചേർക്കണം. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മതി, കാരണം നമ്മൾ ഓൾറെഡി നന്നായി വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ കിസ്മിസ് ചേർക്കണമെങ്കിൽ ചേർക്കാം. എനിക്ക് കാഷ്യൂ നട്ട് മാത്രമേ താല്പര്യമുള്ളൂ, അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മല്ലിയില കുറച്ച് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കാഷ്യൂ നട്ടും കൂടി അതിൽ ഫ്രൈ ചെയ്ത് ചേർത്തിട്ട് നമ്മൾ പാൻ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്, നല്ല ഈസിയാണ്. പിന്നെ ഇതെല്ലാം അങ്ങനെ ഗ്രേവി ഇങ്ങനെ ആയതുകൊണ്ട് കുട്ടികൾ എന്തായാലും ഈ സവാളയും തക്കാളിയൊന്നും എടുത്ത് മാറ്റി വെക്കൂല. അപ്പം ഇനി ഞാൻ ഇഡ്ഡലിക്കുള്ള ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ആ തേങ്ങ ചേരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഭയങ്കര ഉപകാരം കേട്ടോ. നമുക്ക് ഇരുന്ന് തേങ്ങ ചേരണ്ടാം, പണ്ടത്തെ പോലെ ആ ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ നിന്നിട്ട് ഇപ്പോൾ ചേരണ്ടാണ് ആ ഒരു അതിലൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അത് നല്ലത് നോക്കി സെലക്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് ഉപയോഗമാവുള്ളൂ. അപ്പോൾ ഞാൻ ചമ്മന്തി വേഗം തന്നെ അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ കുറച്ച് പൊട്ടുകടലയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പലർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കാം. അപ്പോൾ റോസുവിന് തേങ്ങ ചമ്മന്തിയോട് വലിയ താല്പര്യമൊന്നുമില്ല, അവൾക്ക് തക്കാളി ചമ്മന്തി ഇഷ്ടം. പക്ഷേ തക്കാളിയുടെ വില ഭയങ്കരം, അതുകൊണ്ട് പിന്നെ അത് മുതലാവില്ല. അപ്പോൾ അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണ ഗ്രേവിയുള്ള കറി തന്നെ അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുക രാവിലെ ഇഡ്ഡലിയുടെ കൂടെ. അവിടെ അടി ഉണ്ടാക്കുന്നു എല്ലാ വീട്ടിലത്തെ പോലെ ഇവിടെ അടിമേളാങ്ക. നിങ്ങൾ നല്ല കുട്ടികളാന്ന് പറഞ്ഞത്. വാടി മതി നിർത്തേ അടിയിട്ടിട്ടേ പോണേണ്ടാലോ തല്ലുണ്ടാക്കാൻ നടക്കണേ. ഓ ആരെങ്കിലും പഠിപ്പിച്ചാട്ട് എനിക്ക് ചായ കുടിക്കാം, പാല് കുടിക്കേ.
അപ്പോൾ സാധാരണ അവർ 6 മണിക്കാണ് എഴുന്നേക്കാറ് പള്ളിയിൽ പോകണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് പോകാത്തതുകൊണ്ട് ഞാൻ ഒരു 7 മണിയായപ്പോൾ വിളിച്ചോളൂ. അപ്പോൾ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്ന് ചായ കുടിക്കാതിരിക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ അവർ തല്ലൂട്ടായിരുന്നു, എന്തോ കാര്യം പറഞ്ഞിട്ട്, ചെറിയ എന്തോ കാര്യമാണ്. ഞാനത് തീർത്ത് വരുമ്പോഴേക്കും എൻ്റെ ശബ്ദം പോവും, അല്ലാതെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ ഫ്രണ്ട്സാവും. പക്ഷേ എന്തെങ്കിലും പറഞ്ഞൊക്കെ വാക്ക് തർക്കാവും. പിന്നെ രണ്ടുപേരും കൂടി ഉന്തലും തള്ളലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സമയം നമ്മുടെ വേസ്റ്റ് ആവും കേട്ടോ. എന്നാലും അതൊക്കെ ഒരു രസം. അപ്പോൾ കോളിഫ്ലവർ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാറ്. തീരെ ലോ ഫ്ലെയിമിൽ വെച്ച് എണ്ണ കുടിച്ച പോലെയാവും ഏതൊരു ഐറ്റവും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ ഉള്ളും വേവും ആ ബാറ്ററും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോളിഫ്ലവറിനെ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്താൽ നന്നായിട്ട് വെന്ത പോലെ ആവും. എനിക്ക് അതിലും ഇഷ്ടം ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യാം. ചോറ് ഞാൻ ഓൾറെഡി തലേദിവസം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കും, അത് കലത്തിൽ. എന്നിട്ട് ഞാൻ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരി അതിലേക്ക് ചേർത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിലേക്ക് എടുത്ത് വെച്ചാൽ അതിൽ ആ വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ രാവിലെ ആകുമ്പോഴേക്കും അരി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ആ പാത്രത്തിൽ വെക്കുമ്പോൾ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ. അപ്പോൾ നല്ല സുഖമാണ്, നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും ആ ദിവസത്തേക്കുള്ള ചോറ് സെറ്റാവും. അപ്പോൾ ഇനി കറികളെല്ലാം തന്നെ ഞാൻ പാക്ക് ചെയ്യാണ്. പിന്നെ വിറകടുപ്പിൽ വെച്ച് ചോറ് വെക്കലിപ്പോൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ അത്ര അധികം വയ്ക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ആകെ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ മാത്രമേ ഉപയോഗിക്കണുള്ളൂ. അത്രയധികം വിറകില്ല അതുകൊണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യണത്. പക്ഷേ ഇത് അധികം ഗ്യാസ് ചിലവില്ല. ആ വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. പിന്നെ വേഗം നമ്മുടെ കാര്യങ്ങൾ നടക്കും. കോളിഫ്ലവർ നന്നായി ചൂടാറിയ ശേഷമാണ് ഞാൻ അതിലേക്ക് വെച്ചിരിക്കുന്നത്. എന്തായാലും സ്കൂളിലെത്തുമ്പോഴേക്കും അത് ചൂടാറും, അപ്പോൾ പിന്നെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ചൂടാറിയ ശേഷം എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ടിഫിൻ കൊടുത്തയക്കുമ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ട് ചെറിയ വല്ല മെസ്സേജൊക്കെ എഴുതിയതിൽ വെക്കും കേട്ടോ. അപ്പോൾ അവർക്ക് കാണുമ്പോൾ എന്നെ ഓർക്കും. ഇനി അവർക്ക് എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ എന്നെ ഓർക്കുമ്പോൾ അത് മാറിപ്പോൾ കൊട്ടയച്ചിട്ട് കേട്ടോ. ആ കുഞ്ഞിലെ കുട്ടി LKG യിലായിരുന്നപ്പോട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് എന്നും വയ്ക്കില്ല. അപ്പോൾ പിന്നെ സർപ്രൈസ് അല്ലല്ലോ. അപ്പോൾ രണ്ടുപേരും ഫ്രഷൊക്കെ ആയി വന്നു, ഡ്രസ്സപ്പൊക്കെ ചെയ്തു, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലേ അവരെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അവർ ആ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്തോളൂ. മുടി കെട്ടാനും മിസ്സയ്ക്ക് അറിയാം, പക്ഷേ ചില ദിവസമൊക്കെ അവൾക്ക് ഇത്തിരി ഭംഗിയിലൊക്കെ കെട്ടി കൊടുക്കണമെങ്കിൽ ഞാൻ കെട്ടി കൊടുക്കും, അല്ലെങ്കിൽ അമ്മാമ്മ മുടി കെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് എൻ്റെ ഇന്നത്തെ ജോലികൾ 8 മണിയല്ല 7:45 കഴിയുമ്പോൾ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റെഡിയായി, പിന്നെ അവർ സ്കൂളിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളും തലേദിവസവും ഉണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഇത്തിരി എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജോലികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറേ കൂടിയൊക്കെ ബെറ്ററായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ മക്കളെ ആയാലും കുറേ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുത്താൽ അവർ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ടൈമും സ്ട്രെസ്സും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളും അത് പഠിക്കുന്നത് നല്ലതാണ്. ചെറിയൊരു ഏജിൽ തൊട്ട് തീർച്ചയായിട്ടും അവർക്ക് യൂണിഫോം മാറാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം, നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരുടെയും ചെറിയ ചെറിയ ഹെൽപ്പ്, നമ്മളെല്ലാം കൂടി തല്ലെടുത്ത് വെക്കേണ്ട കാര്യം, ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, റെസിപ്പിയാണോ റുട്ടീനാണോ എന്നൊക്കെ മറക്കാതെ ഷെയർ ചെയ്യണം. അപ്പോൾ നാളെ നിങ്ങൾക്ക് നല്ലൊരു റുട്ടീൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.